ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പം ഇങ്ങനെ നേരം നേരാട്ടാ. നല്ല കോട പോലെ നല്ല മഞ്ഞുണ്ട് കേട്ടാ. നല്ല മഴക്കാറുമുണ്ട്. അപ്പോൾ മഴ എന്തായാലും പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം പോയിട്ട് മുറ്റൊക്കെ നണ്ടടിച്ചിട്ട് ആ മുൻവശമൊക്കെ ഇല്ലേച്ച മഴ പെയ്താൽ പിന്നെ അടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അടുക്കളയിൽ ഓരോ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ പറ്റില്ല. അപ്പോൾ വേഗം പോയിട്ട് മുൻവശം ഒന്നാണ്ട് അടിച്ചിട്ടിട്ടാ. അടുക്കോറൊക്കെ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് അടിച്ചത്. പിന്നെ എന്താണെന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ട് ദോശയ്ക്ക്. കുറേ ദിവസമായിട്ടാണ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പിന്നെ ടെൻഷനില്ല, നമുക്ക് കഴിക്കാൻ നേരത്തണ്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ഇന്നലെ മോള് നെസ്റ്റോലിൽ നിന്ന് എരുന്ത് വാങ്ങിച്ചതാട്ടാ. നല്ല ചെറിയ ഇരുന്താട്ടാ. കാട്ടം കളയാൻ അങ്ങനെ ഒന്നുമില്ല. കുറേ കരടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കരടും ഒക്കെ ഉണ്ടാവും. ഈ ഓലയിലൊക്കെ ഇട്ടിട്ട് ഇവർ ഇങ്ങനെ തൊണ്ടൊക്കെ പൊളിക്കി എടുക്കുക. നന്ന കുഞ്ഞേതാട്ടാ. അതാണ് പിന്നെ വാങ്ങിയത്. വലുതാകുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലുത് ഇനി വാങ്ങരുത്. അതെന്തായാലും ചിലർ പറയും കാൽസ്യമാണ്, കാട്ടൊന്നുമല്ലാന്ന്. പക്ഷെ നമുക്കൊരു ഇതല്ലേ. അപ്പോൾ വലുതൊക്കെ ആകുമ്പോൾ ഇവിടെ ഒന്നും മോൾക്കൊന്നും തീരെ പറ്റില്ല. അപ്പോൾ മോള് പറഞ്ഞ് എനിക്ക് കുറച്ച് പൊരിച്ചാൽ മതി പറഞ്ഞു. അപ്പോൾ കുറച്ച് മോൾക്ക് പൊരിക്കും വേണം, ബാക്കി റോസ്റ്റ് ഉണ്ടാക്കും വേണം. അപ്പോൾ നാളികേര കൊത്തൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടാ. ഞാൻ കുറച്ച് ഒരു 3 സവാളയൊക്കെ എടുത്തിട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടാ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കണ്ട് അടുപ്പിച്ച് വെച്ചാൽ പിന്നെ വേഗം കണ്ട് ചെയ്യാലോ. 2 തക്കാളിയും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കലുണ്ട്. അത് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ പൊരിക്കുന്നതിലേക്കും നമ്മളെ റോസ്റ്റിലേക്കും കൂടി ഉണ്ടാവില്ല. അപ്പം ഞാൻ വേഗം കുറച്ച് ഉള്ളി വേഗം ഒരു കഷ്ണം ഇഞ്ചി കൊടുത്തിട്ട് വേഗം ഒന്ന് ഉള്ളതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്നാണ്ട് ചതച്ചെടുത്തിട്ടാ. അപ്പം മോൾ ഇന്നലെ വാങ്ങിച്ചതാണ് ഈ കാശ്മീരിയുടെ ഒരു പാക്കറ്റല്ല, അവിടുന്ന് തൂക്കിയിട്ട്. അപ്പോൾ ഇനി ഈ മുളക് പൊടിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് 1 കിലോ മുളക് കാണിച്ചെങ്കിൽ ഒരു 1/2 കിലോ. വില കൂടുതലാണ്, എന്നാലും കാശ്മീരിയും കൂടി ചേർത്ത് പൊടിക്കണമെന്ന്. അങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റിയിട്ടാണ്. ഞാനിതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ക്വാളിറ്റിയിൽ നിന്ന് 1 കിലോ എരിവുള്ള മുളകും 1/2 കിലോ കാശ്മീരിയും കൂടി പൊടിച്ച് വെവ്വേറെ തന്നെ പൊടിച്ച കിട്ടാ. പക്ഷേ ഭയങ്കര എരിവ് മുളക്, ഈ കാശ്മീരിയുടെ പൊടി നല്ല എരിവ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കടയിൽ പറഞ്ഞപ്പോൾ പറയാ 3 തരമൊക്കെ ഉണ്ട് അത്ര കാശ്മീരി. അപ്പോൾ നിങ്ങൾ ഏറ്റവും ക്വാളിറ്റി എല്ലാവും മേടിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മോൾക്ക് കുറച്ച് പൊരിക്കാനുള്ളതിനൊക്കെ ഒന്ന് മസാല തേച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളകും പൊടിയും ഒക്കെ കൂടിയിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ചേർത്ത് വെച്ച്. സുറുക്ക ഉണ്ടെങ്കിൽ ഒരു 1/2 സ്പൂണ് സുറുക്ക ഒഴിച്ചാൽ നല്ലതാട്ടാ. അപ്പോൾ സുറുക്ക ഇല്ല, ചെറുനാരങ്ങ ഇല്ല. പിന്നെ ഇപ്പോൾ വെള്ളം കലക്കേണ്ട ഒരു ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചോറിക്ക് ഇവിടെ ഈ റോസ്റ്റ് ഉണ്ടല്ലോ, എരുന്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ രസമാണ് കേട്ടോ പ്രധാനം. നല്ല രസമാണ് കേട്ടോ ഈ ചോറ്, ഈ രസം എരുന്ത് റോസ്റ്റും കൂടിയിട്ട്. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയിട്ടാ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇന്നലെ ഏട്ടൻ മീൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് നന്നാക്കാൻ കുറച്ചൊക്കെ പണിയുള്ള മീനാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് എല്ലാം കൂടി വേണ്ടല്ലോ വെച്ചിട്ട്. അപ്പോൾ കുക്കറിൽ ബാക്കിയുള്ള നമ്മളെ റോസ്റ്റിനുള്ളതൊക്കെ ഒന്നാണ്ട് കുക്കറിൽ ഒരു 4 വിസിലടിച്ചാൽ നമുക്ക് വേഗം എളുപ്പം. പിന്നെ ഉള്ളി വാട്ടി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. പിന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എരുന്തും കൂന്തലും ഒക്കെ ആയാലും ഞാൻ കുക്കറിൽ ഒരു 4 അടി അടിക്കും കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും, നന്നായിട്ട് വേവും ചെയ്യും. അപ്പോൾ അതൊക്കെ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടിക്കാൻ വെച്ച്. അപ്പോൾ ഞാൻ അടുപ്പത്ത് പൊരിക്കാനുള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പം അത് ചെറിയ തീയിൽ കിടന്നിട്ട് മരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പം അത് അവിടെ വേവുണ്ട്.
അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചാൽ പിന്നെ രസത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ രസത്തിൻ്റെ ഇപ്പം ഒന്ന് ഞാൻ കാണിക്കണമെന്നില്ല. ഇപ്പം 2 ദിവസം മുന്നേ മിഞ്ഞാന്നട്ടല്ലേ രസം വെച്ച്. അപ്പോൾ രസമൊക്കെ അതിനുള്ളതൊക്കെ ചതച്ചെടുക്കണം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ. ഇനിയും നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേട്ടാ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കാണുക, ലൈക്കൊക്കെ ചെയ്യുക. ഇഷ്ടമാവാനൊന്നും നിൽക്കണ്ട കേട്ടാ. ഒരു ലൈക്കൊക്കെ തന്നാൽ സന്തോഷമുള്ളൂ. അപ്പോൾ അതൊക്കെ കയ്യേറ്റൊക്കെ ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തിരുമ്പി ചേർത്തിട്ട് വെച്ചാൽ അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്ക് ഉമ്മാത്ത കൊലായൊക്കെ ഒന്ന് തുടച്ചിട്ട് വരണം. രാവിലെ ഒരു തിരക്കല്ലേ അല്ലേ? എല്ലാ വീട്ടമ്മമാർക്കും സ്കൂളിലും ജോലിക്കൊക്കെ പോണ വീട്ടുകളിലൊരു തിരക്ക് തന്നെയാണല്ലേ ഓട്ടിപ്പാച്ചിൽ. അപ്പം ഞാൻ മല്ലി ഇട്ടുണ്ടായില്ല കേട്ടാ. മല്ലി ഞാൻ മറന്നു. അപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ ഈ അതാണ് ഒന്നിങ്ങനെ നമ്മളെ വോയിസ് ഒന്ന് സ്ലോ ആവണത്. പിന്നെ ഇന്നലെ വിട്ട വീഡിയോ ഒരു 7 ആളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. വേഗം ഞാൻ ഡിലീറ്റാക്കി. കാരണം വീഡിയോൻ്റെ സൗണ്ട് ഞാൻ ഓഫാക്കാൻ മറന്നു. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ വീഡിയോ എപ്പോഴും ഒന്ന് കേട്ട് നോക്കണം അല്ലേ. നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ കേൾക്കും. പക്ഷെ ഇന്നലെ 30 വരേണ്ട 33 ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഒരു 7 ആളൊക്കെ കണ്ടെടുക്കണമെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞ് ദൈവത്തിന് തമ്പുരാനെ അറിയുള്ളൂ. അപ്പോൾ വേഗം ഞാൻ ഡിലീറ്റാക്കിയിട്ട് പിന്നെ വോയിസ് ഓഫാക്കിയിട്ട് സൗണ്ട് ഓഫാക്കിയിട്ടാണ് ഞാൻ പിന്നെ അപ്ലോഡാക്കി. അപ്പോഴേക്കും പിന്നെ 8:20 ആയി. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയല്ലേ. അങ്ങനെ ഇരിക്കുമ്പോൾ അതറാ ഭയങ്കര കാറ്റും ആകണ്ട് മൂടി കെട്ടിയിട്ടാണ്ട് ഇരുട്ട് കുത്തി. എണീച്ച് നമ്മൾ വരുന്നേ കായണ്ട് ഇരുട്ട് കുത്തി നല്ല മഴ ഇടി. ആ മഴയത്തതാ അപ്പോൾ വെള്ളത്തിലേക്ക് തോന്നും. ഭയങ്കര മഴ കേട്ടാ. നല്ല വെള്ളമുള്ള മഴ. അപ്പോഴേക്ക് ഫ്രിഡ്ജൊക്കെ ഊരിയിട്ട് വാഷിംഗ് മെഷീനൊക്കെ പോയി ഊരിയിട്ട്. അപ്പോൾ ഈ ഇടി മിന്നൽ അങ്ങനത്തെയൊക്കെ ടൈമിൽ ഇങ്ങനത്തെ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ ഊരിയിടണം കേട്ടാ. അപ്പം നമ്മളെ പൊരിച്ചത് റെഡി ആയിട്ടാ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നിട്ടാ പൊരിച്ചത്. അപ്പോൾ ഊരിയിട്ടില്ലെങ്കിൽ പണി കിട്ടും കേട്ടാ. ഫാനും ഈ ഇടിക്കൊക്കെ ഫാനും ഒക്കെ അടിച്ച് പോവും. നമ്മളെ രസം അതിലിടയ്ക്ക് കുറച്ച് ചട്ടിനി അരച്ചിട്ടാ ദോശയിലേക്ക് ഒക്കെ റെഡിയായാൽ പിന്നെ കഴിക്കാൻ ആൾക്കാരൊക്കെ വരുമ്പോൾ അങ്ങോട്ട് ദോശ ഉണ്ടാക്കിയുള്ളൂ കേട്ടാ ചൂടോടൊക്കെ. അപ്പോൾ നമ്മളെ എരുന്തൊക്കെ വെന്ത് കിടക്കുന്നുണ്ടല്ലോ. എരുന്ത് നട്ടവിടെ പറയുക. ചിലർ കക്ക എന്ന് പറയും. ഞങ്ങൾ കക്ക എന്ന് പറയുന്നത് വലിയ കല്ലുമ്മക്കായ. അതിനൊക്കെ കല്ലുമ്മക്കായാണ്. അത് വേറെ അല്ലേ. കക്ക ഞങ്ങൾ എരുന്ത് നട്ടവിടെയൊക്കെ പറയുക. അപ്പോൾ അത് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളികേരക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അത് ആ വെളിച്ചെണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടാ. ഒന്നാണ്ട് മൂപ്പിച്ചതിൻ്റെ ശേഷം ഉള്ളിട്ട് കൊടുക്കട്ടെ. അപ്പോൾ 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് എത്ര വേണ്ട വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് സവാള എടുക്കട്ടാ. അപ്പോൾ അത് കുറച്ച് ആ സവാളയ്ക്കുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്നാണ്ട് ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ടാ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോഴേക്ക് ദോശയൊക്കെ ഉണ്ടാക്കുക കേട്ടാ. ഏട്ടന് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറേ ദിവസമായി ഉണ്ടാകുന്നിട്ടാ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അച്ഛമ്മയൊക്കെ ഇരുന്നെടുക്കാൻ പോകൂട്ടാ. എന്നിട്ട് ഓരോ ഈ സിമെൻറ്റ് ചാക്കിൻ്റെ ഒരു 3/4 ചാക്കൊക്കെ ഇരുന്ന് കൊണ്ടുവരും. എന്നിട്ട് അത് അതൊക്കെ കഴുകിയിട്ട് വലിയ വട്ടച്ചെമ്പിൽ ഇട്ടിട്ട് വെള്ളം ഒഴിക്കണ്ട കേട്ടാ. വെള്ളം കയ്യിൽ തന്നെ വരുമല്ലോ. പുഴുങ്ങുമ്പോൾ അതിൽ 2 പച്ചമാങ്ങയും ആ എരുന്തിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെക്കും കേട്ടാ. അപ്പോൾ ഈ എരുന്തായി വരുമ്പോഴത്തേനും ഈ മാങ്ങയും പുഴുങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അന്നൊക്കെ ഈ എരുന്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ, എരുന്ത് പുഴുങ്ങിയ വെള്ളം
അത് കറി വെക്കും നാളികേരമൊക്കെ അരച്ചിട്ട്. പിന്നെ ആ എരുന്തിൻ്റെ വെള്ളത്തിൽ പച്ചമുളകും ഉപ്പും ഈ മാങ്ങയും കൂടി കണ്ട് തിരുമ്പിയിട്ട് വായിൽ വെള്ളം വരണം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനും കൂട്ടിയിട്ടുണ്ട് കേട്ടൊക്കെ. ഈ എരുന്തിൻ്റെ വെള്ളം നാളികേരമൊക്കെ അരച്ചിട്ടുണ്ട് ഒരു കറി വെച്ചിട്ടൊരു ഉള്ളി താളിക്കൽ ഒരു രക്ഷയില്ല കേട്ടാ. പക്ഷെ ഇന്നിപ്പോൾ ആരും ഞാനും അല്ലേ നമുക്ക് ഇഷ്ടമല്ല കേട്ടാ അതൊന്നും, എത്ര കാൽസ്യം ആയാലും. അപ്പം നമ്മളെ നന്നായിട്ട് ഒന്ന് ഇളക്കി വീണ്ടും ഞാൻ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി അടച്ച് അതവിടെ ചെറിയ തീയിലിട്ട് കൊടുത്തു. ഞാൻ ചായയൊക്കെ ചായയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേന് നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച എരുന്തും കൂടി കൊട്ടി കൊടുത്തിട്ടാ. പിന്നെ അതിൽ ശകലം വെള്ളമൊക്കെ ഉണ്ട് വെച്ചിങ്ങനെ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തീ കൂട്ടി വെച്ചിട്ട് നല്ല ഉലർത്തി എടുക്കുക കേട്ടാ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടാ എരുന്ത്. അങ്ങനെ കുറച്ച് മല്ലിയില ഇല അരിഞ്ഞതും കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ അടച്ച് വെച്ചിട്ടാണ്. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് നല്ല ഉഷാറായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എരുന്ത് പുഴുങ്ങിയിട്ട് ഒരു കൊട്ടയിൽ ഇങ്ങോട്ട് വെള്ളം വാർത്താൻ വെച്ചാൽ പിന്നെ ആറെടുക്കുമ്പോഴും ഇങ്ങനെ തിന്നൂട്ടാ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ, നമുക്കൊരു അറപ്പല്ല അങ്ങനെയൊക്കെ പച്ചക്ക് തിന്നുമ്പോൾ. പിന്നെ ഏട്ടൻ കുറച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ബ്ലൗസൊക്കെയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് തുന്നാണ്ട് 3-4 ബ്ലൗസൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഇരുന്നിട്ടാ. അപ്പോൾ 2 ഫോണിലും വീഡിയോ വെച്ച് കാണുന്നുണ്ട് കേട്ടാ. അപ്പം നമ്മൾ അപ്പുമോനെ അടുക്കളയിൽ നിന്നിട്ട് പോകുന്ന പരിപാടിയില്ല. ഒരു വർഷം ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്താട്ടോ. അവന് ബിസ്ക്കറ്റൊന്നും വേണ്ട, ഓന് വേണ്ടത് മീനും ചോറും ഇറച്ചിയും ചിക്കൻ്റെ എല്ലും ഇതൊക്കെ കേട്ടോ ഓന് വേണ്ടത്. അപ്പം ഞാൻ ഇങ്ങോട്ട് വാടപ്പോ എന്ന് വിളിക്കുന്നുണ്ട്. ആര് വരുന്നു? അപ്പോൾ ഈ ചവിട്ടിയിലാട്ടോ അവൻ്റെ കെടുത്തോ. അതിൻ്റെ ഈ ചവിട്ടി ഞാൻ 200 രൂപയ്ക്ക് വാങ്ങിയതാണ്. ആ ഈ ചവിട്ടിയുടെ ഓരോ ഇങ്ങനെ മടക്കിയിട്ട് അവിടെ കൊടുത്തത് ഇങ്ങനെ കടിച്ച് പറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കൊടുന്നിട്ട് കൊടുത്താട്ടാ. അതിലേക്ക് എടുക്കുള്ളൂ. അപ്പോൾ ഓന് കടിക്കാൻ വേണ്ടിയിട്ട് കളിക്കാൻ ചെറിയ മക്കളെ പോലെയാണല്ലോ. അപ്പോൾ ഓന് കൊടുന്ന 150 രൂപ 120 രൂപയുടെ ഇട്ട് ആ സാധനം കേട്ടാ. അതൊന്നും ഓന് വേണ്ട. സ്കെയിലുണ്ട്, പേസ്റ്റ് കാലിയായ കൂടുണ്ട്, പിന്നെ ട്രൈപോഡിൻ്റെ പഴയ സാധനം കേട്ടാ. അത് പൊട്ടണല്ല, ഞെളുങ്ങണ സാധനമാണ്, ഒരു ഫൈബർ. അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ കടിച്ചിട്ട് ഓൻ്റെ സമയം അങ്ങനെ പോകും കുറച്ച് നേരമൊക്കെ അതിൽ കിടന്ന്. അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് കണ്ണുകൊണ്ട് തെറ്റാൻ പറ്റില്ല കേട്ടാ. പിന്നെ എവിടേക്കും ഇത് മാഞ്ഞിന്ന് കാണാൻ പറ്റില്ല. ഇന്ന് എൻ്റെ കോണിപ്പടിയുമേ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറിയ ഒരു സ്ക്രാബ്. പൊളിച്ചാലൊക്കെ ഒന്ന് മുടി പിന്നിടുന്നു. അത് ഒന്ന് കടിച്ച് പൊട്ടിക്കണ വെച്ചിട്ട് പോയി വയ്ക്കുക. അത് കടിച്ച് 4 കഷ്ണമാക്കി. അപ്പോൾ വൈകുന്നേരത്തെ അങ്ങനെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി. ഇന്നലെ പഴംപൊരി അല്ലായിരുന്നു, അപ്പോൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ടാ. അപ്പോൾ ഒരു 3 പഴം ഉണ്ടായിരുന്നു, അത് എടുത്തിട്ട് കുറച്ച് നെയ്യിലൊന്ന് വഴറ്റിയിട്ട് പഴം വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഏലക്കാപ്പൊടി പൊടിച്ചില്ല, പിന്നെ കുത്തി ചതക്കാനൊന്നും പോയില്ല. നെയ്യിൽ ഒന്ന് വാടി ഒന്ന് വന്നതിന് ശേഷം കുറച്ച് പഞ്ചസാരയും 1/2 മുറി നാളികേരം ചിരകിയിട്ടുണ്ടായിരുന്നിട്ടാ. അതും കൂടി കണ്ട് ചേർത്ത് നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടാ. അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് നമുക്ക് മാറ്റി ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഇപ്പോൾ പഴമൊക്കെ നല്ല ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടാ. ഏലക്കാപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാട്ടാ, പക്ഷേ പൊടിച്ചത് കഴിഞ്ഞ്. വേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുപ്പര് പറയും പഴം വാട്ടിക്കോളുണ്ട് എന്നൊക്കെ പറയും.
ഇപ്പോൾ കറണ്ട് ഒന്ന് പോയിട്ടായിരുന്നിട്ടാ. അപ്പം നമ്മൾ പാനിൽ എരുന്ത് റോസ്റ്റാണ്. അപ്പം ഞാൻ പിന്നെ ചട്ടി വെച്ചതാട്ടാ. രാവിലെ കറണ്ട് പെട്ടെന്നിട്ട് പോയി. ഇടിയും ഇത് വന്നോളത്തോടുകൂടി ഞാനാണിച്ചെങ്കിൽ നാളികേരം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ചട്ടിനി അരയ്ക്കാൻ പറ്റില്ലേ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പെട്ടെന്നുണ്ട് വന്ന് കറണ്ട്. അപ്പോഴേക്ക് വേഗം ഞാൻ നാളികേരം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം ചട്നീൻ്റെ അരച്ചിട്ടാ. ഒരു 5 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോഴേക്ക് വേഗം പോയി കറണ്ട്. നല്ല വെള്ളമുള്ള മഴ. ഇന്ന് മഴയൊക്കെ തന്നെയായിരുന്നിട്ടാ. മഴ ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പം ഞാൻ ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ. നാളികേരം ചേർത്ത് അങ്ങനെ ചൂടോടെ നമ്മളെ കട്ടൻ ചായയും പഴം വാട്ടിയത് വരുന്നിട്ടാ 4 മണിക്ക്. അപ്പോൾ വീണ്ടും പറയുകയാണ്, നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വരാം കേട്ടാ കൂട്ടുകാരെ. അങ്ങനെ നമ്മളെ പഴത്തിൻ്റെ പരിപാടിയൊക്കെ റെഡി ആയിട്ടാ. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ചിട്ടതാണ് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ.